എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മെമ്മറി കാർഡ് എനിക്ക് എങ്ങനെയെങ്കിലും അറിയാമായിരുന്നെങ്കിൽ ഞാൻ എടുത്ത് പോക്കറ്റ് ഇടുമായിരുന്നു. സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുമായിരുന്നു. എന്ന് വെച്ചാൽ അത് എനിക്കുള്ള ഒരു എവിഡൻസ് ആണ്. എനിക്ക് ഈ ഇവർ ചെയ്ത് തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റിയ നല്ലൊരു എവിഡൻസ് ആയിരുന്നു. ഇവർ പറഞ്ഞത് ഞാൻ കൊണ്ടുപോയിരുന്നു. ഞാൻ കൊണ്ടുപോകേണ്ട ആവശ്യം എന്താണ്? അതിൽ എവിഡൻസ് എന്ന് വെച്ചാൽ ക്യാമറ എൻ്റെ അകത്തോട്ട് ഇരുന്നാലും എനിക്കത് എവിഡൻസ് ആണ്. ഞാൻ അങ്ങനെ കാണിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത് എനിക്കുള്ള നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള എവിഡൻസ് അതവർ മുക്കിയത് തന്നെയാണ്. അപ്പൊ ഇനിയിപ്പം ആ മെമ്മറി കാർഡിനെ കുറിച്ചൊന്നും നമുക്കൊന്നും ചെയ്യില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ കോടതിയാണ്. അല്ല, ആ മെമ്മറി കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അത് എപ്പോഴേ ഇല്ലാതായിരിക്കണം. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ദൃശ്യങ്ങളെല്ലാം പോയി കഴിക്കുന്ന ആർക്കായാലും മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. യദുവിനെ തിരിച്ച് KSRTC എടുക്കൂലെന്നുള്ളത് എന്ന് പറയാനായിട്ട്. അതേപോലെ തന്നെ അരിയാഹാരം കഴിക്കുന്ന ആർക്കായാലും ഈ മെമ്മറി കാർഡ് തിരിച്ചു വരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി താങ്കൾ കോടതി വിധിക്കായിട്ട് തന്നെ കാത്തിരിക്കുകയാണ്. എനിക്ക് അതിയായിട്ടുള്ള ആഗ്രഹമായിരുന്നു KSRTC ബസ് ഓട്ടിക്കണമെന്നുള്ള. എന്നുവെച്ചാൽ എനിക്ക് ബസ് വണ്ടി ഓടിക്കുക. ഞാൻ ലോക്കോ പൈലറ്റ് എക്സാം എഴുതിയിട്ടുണ്ട്. ITM 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഏജ് ഓവറായി. 2 പ്രാവശ്യം എഴുതിയപ്പോഴും ആ ലോക്കോ പൈലറ്റിന്റെ എക്സാം ഡിസ്പോസ് ആയി പോവുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ചോർച്ച അങ്ങനെ. അപ്പോഴ് പിന്നെ എഴുതാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞാണ് KSRTC ഇത് വന്നത്. ടെസ്റ്റ് മറ്റേ നമ്മുടെ കമ്പിക്കുള്ളിൽ കൂടെ ടെസ്റ്റ് പാസ്സായി, റിട്ടേൺ ടെസ്റ്റ് പാസ്സായാണ് കയറുന്നത്. മെഡിക്കലും ബാക്കിയുള്ള കാര്യങ്ങളും ക്രൈം ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് പോലീസിൻ്റെ ഇത് വാങ്ങിച്ച് കൊടുത്താണ് കയറുന്നത്. ഇവർ പറഞ്ഞ് ക്രൈമിന് ഉൾപ്പെട്ട ഒരു പ്രതിക്ക് എന്തായാലും ജോലി കയറാൻ പറ്റുമോ? അതൊക്കെ ചിന്തിക്കാന്നുള്ളതല്ല. ജനങ്ങൾ ചിന്തിക്കുക. ജനങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമെന്നാണ് എൻ്റെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു KSRTC സർക്കാർ സ്ഥാപനത്തിൽ കയറാൻ പറ്റുമോ? അത് ചിന്തിക്കാന്നുള്ളത്. അതൊക്കെ പറയും. ജയിക്കാൻ വേണ്ടിയിട്ട് ആരെ വേണോ എന്ത് വേണോ അനാവശ്യം പറയാനില്ല. നാളെ ഒരു കാലത്ത് നിങ്ങളൊരു പുരുഷനായിരുന്നെങ്കിൽ നിങ്ങളെ പേരിൽ പറയാണ്, ഒരു സ്ത്രീ എന്ന് പറയാണ് എന്നെ അത് കാണിച്ചു എന്ന് പറഞ്ഞാൽ പറഞ്ഞത് എന്നെ കാണിച്ചോ ഇല്ലേ എന്നുള്ളത് പിന്നീടാണ്. കേസെടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ അവിടെ കുറ്റക്കാരനാവുകയാണ് ചെയ്യുന്നത്. സ്ത്രീകൾക്ക് മാന്യമായിട്ടുള്ള സ്ത്രീകൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നു. സംഭവം ഇത് തെറ്റ് ഉണ്ടായിരുന്നാൽ പോലും ആളുകൾ ഇപ്പോൾ ആ ഒരു ഇതിലെടുക്കൂല. എന്നുവെച്ചാൽ അവർ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. പച്ചയായിട്ട് ദുരുപയോഗം ചെയ്യുകയാണ്. എങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ഈ കോർപ്പറേഷൻ ഓഫീസിൽ ഈ ലേഡീസ് സമരം ചെയ്ത് മേയർക്കെതിരെ മുദ്രാവാക്യം മേടിച്ച് തറയിൽ കിടക്കുന്ന ഒരു TV-ലൊക്കെ കണ്ടതാണ് ഞാൻ. ഇവര് സ്ത്രീക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഘോരഘോരം പ്രസംഗിച്ചപ്പോൾ അവരെ ഈ ഷോൾഡറിൽ ചവിട്ടിയും ദേഹത്തോട് ചവിട്ടിയാണ് പോയത്. അപ്പൊ അങ്ങനെ സ്ത്രീക്കെതിരായിട്ട് പറഞ്ഞ ഒരാൾ ചെയ്ത കുറ്റകൃത്യമാണ്. എന്നാലും എന്നിട്ട് പറയുന്ന സ്ത്രീക്ക് വേണ്ടി കരഞ്ഞൊക്കെ ഭയങ്കര സെന്റിമെന്റൽ അപ്രോച്ചാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോ ആളുകൾക്ക് മനസ്സിലായി കള്ളത്തനമാണ്. ഇപ്പൊ യദുവിന്റെ വിഷയം വന്നപ്പോ തന്നെ മേയർ സംബന്ധമായിട്ട് മേയർ മറ്റൊരു സെക്യൂരിറ്റി ജീവനക്കാരനോട് ചെയ്തിരുന്ന ഒരു പ്രവൃത്തി, അതിനെ കുറിച്ചും നിലവിൽ പാവപ്പെട്ട മനുഷ്യൻ ദിവസക്കൂലി എന്നെ പോലെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്, ദിവസക്കൂലി മോളെ പോലെയാണെന്ന് പറയുകയും ചെയ്യുന്നു. ആ വാർത്ത ഞാൻ കേട്ടായിരുന്നു. പ്രോട്ടോകോൾ അറിയാമോ? ഒരു സെക്യൂരിറ്റി 10ാം ക്ലാസ്സും ബുദ്ധിയായിട്ട് കിടക്കുന്ന ആളുകൾക്ക്, നമ്മളെ പോലെയുള്ള ആളുകൾക്ക് നിങ്ങൾക്കറിയാമോ പ്രോട്ടോകോൾ? എനിക്കറിഞ്ഞൂടാ. മാഡത്തിന് അറിയാവുന്ന അറിഞ്ഞൂടാ, എനിക്കറിഞ്ഞൂടാ. പക്ഷെ ആളെടുത്ത് ചോദിക്കുമ്പോൾ തന്നെ നമുക്കറിഞ്ഞൂടെ എന്താണ് ആ ജോലിയുടെ അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ ധാർഷ്ട്യമാണ് കാണിക്കുന്നത്. അത് ദുരുപയോഗം ചെയ്യുകയാണ്. എന്നും നമ്മളെ മേയറായിട്ട് ഇരിക്കൂല. നാളെ ഒരു കാലത്ത് വേറെ ആൾ വരുമ്പോൾ നമ്മൾ മാറി കൊടുക്കണം. അപ്പൊ നമ്മൾ എന്തായാലും ജനപ്രതിനിധിയാവുമ്പോൾ ജനങ്ങളെ കൂടെ നിൽക്കണം. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുക. സത്യസന്ധമായിട്ട് പോയ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ അവര് കിടന്ന് ഇങ്ങനെ വെപ്രാളം കൊള്ളയാണ്. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുക, അത് തന്നെ ദുരുപയോഗപ്പെടുത്തുക, അങ്ങനെയാണ്. ഞാനിപ്പോൾ ബസ്സിലായാലും പൊതുവെ വെളിയിലിറങ്ങുമ്പോഴും പേടിയാണ്. ഒരു സ്ത്രീകൾ വന്നൊന്ന് ഷേക്കൻഡ് തരാൻ വന്നാൽ പോലും പേടിയാണ്. ഷേക്കൻഡ് പല ആൾക്കാർ ഫാൻസ് എനിക്ക് അതല്ല ആഗ്രഹിച്ച ഞാൻ അങ്ങനെ ഫാൻസ് ആവണമെന്ന് വിചാരിച്ച് ചെയ്തു. അത് അവര് അക്സെപ്റ്റ് ചെയ്യണം. ആളുകൾ അക്സെപ്റ്റ് ചെയ്യണം. ആളുകൾ ശരി തെറ്റുകൾ ആളുകൾക്ക് മനസ്സിലാവും. അത് ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. എന്നാലും കുറെ കാലം കഴിയുമ്പോൾ ഇവരെന്നെ ഉപദ്രവിക്കുമെന്നുള്ള പേടിയും ഉണ്ട്. ഇനി എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാവും. ഞാൻ ഇങ്ങനെ നിൽക്കണമെങ്കിലും നിയമം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട്, ആ ഒരു നിയമം കോടതി എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ
നിൽക്കുന്നത് ഈ ഒരു കേസിൽ. ചോദിക്കുന്നത് ഇപ്പം മേയർക്കെതിരെ ഇത്തരത്തിൽ കംപ്ലൈന്റ് പരാതികൾ പറഞ്ഞ് നിരവധി പേര് വരുന്നുണ്ട്. അപ്പൊ അവരെല്ലാം താങ്കളെ വിളിച്ചിട്ട് ഒരുമിച്ചൊരു പരാതിയുമായി മൂവ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരുമിച്ചൊരു പരാതിയല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള പരാതി കൊടുക്കാം. അതെന്ന് വെച്ചാൽ ഞാൻ ഒരുമിച്ചെന്ന് വെച്ചാൽ നാളെ ഒരു കാലത്തെ അവർ പറയും മേയർ ഇങ്ങനെയാണ്, അവർ നാളെ പറയാണ് എന്നെ മോശമാക്കാൻ ചിത്രീകരിക്കാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആത്താവും. അവർ പറയുന്ന കേൾക്കുള്ളൂ, ഞാൻ പറയുന്ന ഇത്രയും ദിവസമായിട്ട് ആരും കേൾക്കാൻ വലിയ ഉദ്യോഗസ്ഥരാരും കേൾക്കുന്നില്ല. എന്നുവെച്ചാൽ അവരെ കൂടെ എപ്പോഴും സപ്പോർട്ടിങ് ആർക്കുണ്ടോ അവരെ ചെയ്യും. പക്ഷേ കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഇപ്പോഴും ഞാൻ പറയാണ്, കോടതിയാണ് എനിക്ക് വിശ്വാസം. കോടതിയിൽ നീതിയുക്തമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. ഇപ്പോഴത്തെ ദിവസങ്ങളൊക്കെ എങ്ങനെ കടന്നു പോകുന്നു ഈ കേസിന് ശേഷമുള്ള കോടതി കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട്? കോടതിയിൽ എൻ്റെ വക്കീല് ആണ് എനിക്ക് ആകെ സപ്പോർട്ട്. വക്കീലെന്ന് പറഞ്ഞ ആള് പറയുന്നത് വെച്ചാൽ നീ പേടിക്കണ്ട, കേസിന്റെ പൈസയൊന്നും എനിക്ക് തരണ്ട, എന്തെങ്കിലും നമുക്ക് പിന്നീട് നോക്കാം, നിന്റെ ജോലി ആദ്യം റെഡിയാവിട്ട്. അഭിഭാഷകന്റെ പേര് എങ്ങനെയാണ്? അശോക് പി നായരും. എനിക്ക് 2 അഭിഭാഷകന്മാരാണ് ഉള്ളത്, അശോക് പി നായരും മൃദുൽ മാത്യു. രണ്ടും മഞ്ചൂർ കോടതിയിലാണ്. ഒന്ന് നമ്മുടെ എൻ്റെ പേഴ്സണലായിട്ടുള്ള വക്കീലായിരുന്നു, എൻ്റെ ഡിവോഴ്സ് കേസൊക്കെ ചെയ്ത വക്കീലാണ് അശോക് പി നായർ. മറ്റത് രണ്ടും ഈ കേസിനുള്ള വക്കീലാണ്. മറ്റേ വക്കീലില്ലാത്തപ്പോൾ ഈ വക്കീലും രണ്ടുപേരും കൂടെ ചേർന്നാണ്, അതായത് രണ്ടുപേരും കൂടെ ചേർന്നാണ് നടത്തുന്നത്. രണ്ടുപേരും കൂടെ ആലോചിച്ച് അടുത്ത കേസ് ഇനി എപ്പോഴാണെന്നുള്ളത് ഇതുവരെയ്ക്ക് അറിഞ്ഞില്ല, അറിവ് വന്നിട്ടില്ല. എന്തായാലും കേസ് ഇപ്പോൾ ഇത് നിലവിൽ എന്തെങ്കിലും ആകട്ടെ. അടുത്ത കേസ് എന്തായാലും എനിക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. എന്നെ ഇങ്ങനെ ഓരോ ചാനലിൽ വന്ന് ഓരോ നേതാക്കളും അനാവശ്യം വിളിച്ച് പറയുന്നത് വെച്ചാൽ ഞാനോ ഇപ്പൊ നാളെ ഞാനോ ഇങ്ങനെ ഓരോ ചാനലിൽ വന്ന് മേഡത്തിന് MLA കുറിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്റെ പേരിൽ കേസ് അപ്പൊ സഡൻ കൊണ്ടാണ്. അപ്പൊ ഞാനെന്ന് വെച്ചാൽ ഞാൻ ആരെയും ദ്രോഹിക്കാൻ നോക്കിയിട്ടില്ല. പക്ഷെ എന്നെ ദ്രോഹിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അല്ലാതെ ഞാൻ ആരെയും വ്യക്തിഹത്യ ചെയ്യാൻ പോകുന്നില്ല. എന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് അതിൽ പേടിയുമില്ല. എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത കാര്യമല്ലേ കേൾക്കേണ്ട കാര്യമുള്ളൂ. കോടതി പോലും വെറുതെ വിട്ട 2017 ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി, അത് ആ സ്ത്രീ കള്ളത്തരമാണ് പറഞ്ഞെന്നുള്ളത് തെളിഞ്ഞ് കോടതി പോലും വെറുതെ വിട്ട കേസിലാണ് ഇവർ പറയുന്നത് 2017 ഒരു സ്ത്രീ ഉണ്ട്. ആ കേസിനെ വെച്ചാണ് ഇവർ ഇതെല്ലാം വാർത്തകളൊക്കെ ഇറക്കുന്നത്. അതായത് സ്ത്രീ അത് പാർട്ടി ബേസ്, അതും പാർട്ടി തന്നെയാണ്. പാർട്ടി എന്നെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണെന്നാണ് തോന്നുന്നു. അത് പാർട്ടി ബേസ് തന്നെയാണ്. ഞാൻ പാർട്ടിയിലില്ല, പാർട്ടിയുമായിട്ട് പ്രവർത്തനമില്ല. പാർട്ടിയിലെ ഇതേപോലെയുള്ള ചില ആൾക്കാരെ മോശമായിട്ടുള്ള പ്രവൃത്തി ഞാൻ തിരിച്ച് എതിർക്കുന്നവരെ നശിപ്പിക്കുക, അതാണ് സിസ്റ്റം. എന്നുവെച്ചാൽ പാർട്ടി എല്ലാ ആൾക്കാരാണ്. ഞാൻ ഇപ്പോഴും പറയാണ്, കുറച്ചാൾക്കാർ ചുരുക്കം നല്ല പാർട്ടിക്കകത്തുള്ള നല്ല ആൾക്കാരുണ്ട്. എന്നെ വന്ന് ഷേക്കൻഡ് വന്ന് രഹസ്യമായിട്ടൊക്കെ വന്ന് ഷേക്കൻഡ് വന്നിട്ട് പറഞ്ഞാൽ മുന്നോട്ട് തന്നെ പോകണം, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയെന്നല്ല, നമ്മൾ കോടതി വിധിക്കായിട്ട് കാത്തിരിക്കുകയാണ് എന്നാണ്. അതുകൊണ്ട് ഞാൻ കോടതിയാണ് വിശ്വസിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, നിലവിൽ ഈ കേസ് കോടതിയിൽ എത്തിയിട്ടുണ്ട്, കോടതിയിൽ നിന്ന് പൂർണ്ണമായും നീതി കിട്ടുമെന്ന് തന്നെ അദ്ദേഹം വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രായാധിക്യമുള്ള അച്ഛനും അമ്മയും ഉണ്ട്. ഇപ്പോൾ പിതാവിന്റെ ആ ഒരു തണലിലാണ് അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. അദ്ദേഹത്തിന് ഒരു മകനുണ്ട്, സിംഗിൾ പാരന്റ് ആണ് അദ്ദേഹം. ഇദ്ദേഹത്തിന് ഒരു മകനുണ്ട്. ആ കുഞ്ഞിന് അവന്റെ ഭാവി ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറെ വിഷമം തോന്നുകയാണ്. കാരണം തന്റെ ഉപജീവന മാർഗം പോലും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്ന വേളയിൽ എങ്ങനെ ഇനി മകന്റെ ജീവിതത്തിലേക്ക് അവന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നേടിക്കൊടുക്കുമെന്ന് ഏറെ ഏറെ ചിന്തിച്ച് അവശനായിരിക്കുന്ന യുവാവ് തന്നെയാണ് യദു. യദുവിന്റെ ജീവിതം തന്നെ ആകെ താറുമാറായിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മേയർ കൊണ്ട് എത്തിച്ചിരിക്കുന്നു. അദ്ദേഹം ആവശ്യപ്പെടുന്ന ഇതാണ്, സത്യം പുറത്തു വരണം, നീതി നടപ്പിലാക്കണം. അദ്ദേഹത്തിന് പുറത്തിറങ്ങി നടക്കാനായിട്ട് എല്ലാ ജനങ്ങളും അദ്ദേഹത്തെ ഇപ്പൊ മനസ്സിലാക്കി കഴിഞ്ഞു. ജനത്തിന്റെ എല്ലാം പിന്തുണ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് ഇനി പുറത്തേക്ക് ഇറങ്ങി നടക്കണം, ഒരു ജോലി വേണം. അദ്ദേഹത്തിന് KSRTC ജോലിയാണ്, അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം തന്നെയാണ് ഈ KSRTC ജോലി. അതെല്ലാം തിരിച്ച് വീണ്ടും ലഭിക്കണം, സമാധാനപരമായി കുടുംബജീവിതം നയിക്കണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്, അല്ലേ?